പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസമാണ് അള്ളാഹുവിന്റെ നിശ്ചയങ്ങളിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത്. ജീവിതത്തിൽ ഉണ്ടാകുന്ന പോസിറ്റീവായ കാര്യങ്ങളാകട്ടെ നെഗറ്റീവായ സംഭവങ്ങളാകട്ടെ എല്ലാം അള്ളാഹുവിന്റെ തീരുമാനത്തിലും നിശ്ചയത്തിലുമുള്ള കാര്യമാണ്. നാം ശരിയെന്നോ തെറ്റെന്നോ നിർവചിക്കുന്നത്, നല്ലതെന്നോ മോശമെന്നോ നിർവചിക്കുന്നത് എല്ലാം അള്ളാഹുവിന്റെ തീരുമാനത്തിൽ അധിഷ്ഠിതമാണ്, അവന്റെ നിശ്ചയത്തിൽ അധിഷ്ഠിതമാണ്, അവന്റെ അറിവിൽ നിന്ന് പുറത്തുള്ള കാര്യമല്ല. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ പലപ്പോഴും ഇസ്ലാം വിമർശകർ അള്ളാഹുവിന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ എന്തിനു നമ്മൾ നമസ്കരിക്കണം, നിസ്കരിക്കാതിരിക്കുന്നതും എന്റെ കുറ്റമല്ല, നിസ്കരിക്കുന്നത് എന്റെ മേന്മയുമല്ല, അതുകൊണ്ട് എന്ത് അരാജകത്വവും എനിക്ക് ചെയ്യാം, അതുകൊണ്ട് എല്ലാം ദൈവനിശ്ചയമല്ലേ, ആ ദൈവനിശ്ചയം അനുസരിച്ച് നടക്കുന്നതല്ലേ, എന്റെ റോൾ എന്താണ്, ഞാനെന്ത് പിഴച്ചു? ലോകത്ത് കോടാനുകോടി മനുഷ്യർ അധിനിവേശങ്ങൾക്ക് ഇരകളാക്കപ്പെടുന്നു. അതിന്റെ ഉത്തരവാദിത്വം ദൈവത്തിനല്ലേ, മനുഷ്യനല്ലല്ലോ. മനുഷ്യൻ ദൈവത്തിന്റെ നിശ്ചയം അനുസരിച്ച് പ്രവർത്തിക്കുന്നതല്ലേ. പരിശുദ്ധമായ ഇസ്ലാമിനെ തെറ്റായി ചിത്രീകരിക്കുവാൻ ഇസ്ലാം വിമർശകർ പലപ്പോഴും എടുത്തു കാണിക്കാറുള്ള ഒരു പ്രശ്നമാണ്. അള്ളാഹു അവന്റെ നിശ്ചയപ്രകാരമാണ് ലോകത്തുള്ള മുഴുവൻ കാര്യങ്ങളും ചലിച്ചുകൊണ്ടിരിക്കുന്നത്, അവന്റെ അറിവനുസരിച്ചാണ് എന്നത് ഇസ്ലാമിന്റെ അചഞ്ചലമായ വിശ്വാസമാണ്, അടിത്തറയാണ്. ഇത് വിശ്വസിച്ചില്ലെങ്കിൽ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, മുസ്ലിമല്ല, കാഫിറാണ്. പക്ഷെ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങളിൽ ഇച്ഛാ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. അതിനെയാണ് ഫ്രീ വിൽ എന്ന് പറയുന്നത്. മനുഷ്യന് ഇച്ഛാ സ്വാതന്ത്ര്യം നൽകിയ ശേഷമാണ് അവനോട് ഇന്നത് ചെയ്യണമെന്നും ഇന്നത് ചെയ്യരുത് എന്നും പറഞ്ഞത്. ചില കാര്യങ്ങളിൽ മനുഷ്യന് സ്വാതന്ത്ര്യമില്ല. നാം ഇച്ഛിച്ചിട്ടല്ല പുരുഷനായത്, നാം ഇച്ഛിച്ചിട്ടുമല്ല സ്ത്രീയായത്. നമ്മുടെ ഹൃദയത്തിന്റെ താളം നമ്മുടെ സ്വാതന്ത്ര്യത്തിലല്ല, നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ സ്വാതന്ത്ര്യത്തിലല്ല, നാം എന്ന് ജനിക്കണം, എവിടെ മരിക്കണം നമ്മുടെ സ്വാതന്ത്ര്യത്തിലല്ല. എന്നാൽ ചില കാര്യങ്ങൾ നമ്മുടെ സ്വാതന്ത്ര്യത്തിലാണ്. ഇടത്തോട്ടോ വലത്തോട്ടോ, കഴിക്കണോ കഴിക്കണ്ടേ, കുടിക്കണോ കുടിക്കണ്ടേ, ഇത് എല്ലാവർക്കും ഉള്ളതാണ്, ജന്മസിദ്ധമായ കഴിവാണ്. അത് മനുഷ്യനുമുണ്ട്, നാൽക്കാലിക്കുമുണ്ട്. നാൽക്കാലിയും വിശന്ന് വലയുമ്പോൾ ഭക്ഷണം കിട്ടിയാൽ കഴിക്കും, അത് തെരഞ്ഞെടുത്ത് കഴിക്കുന്നു, കുടിക്കുന്നു. മനുഷ്യരും അങ്ങനെ തന്നെ. എന്താ വ്യത്യാസം? ഒരു അപകടം തിരിച്ചറിഞ്ഞ് ജന്തുജീവജാലങ്ങൾ മാളങ്ങളിൽ ഓടി ഒളിക്കുന്നത്, അപകടങ്ങളിൽ നിന്ന് ഓടി അകലുന്നത് മനുഷ്യൻ മാത്രമല്ല, ജന്തുക്കളുമുണ്ട്, ജീവജാലങ്ങളുമുണ്ട്. കാട്ടിൽ വേട്ടയുമുണ്ട്, ഇരയുമുണ്ട്, വേട്ടക്കാരനുമുണ്ട്, ഇരയുമുണ്ട്. ഈ അപകടങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാൻ മനുഷ്യനെ പോലെ തന്നെ മറ്റുള്ള ജന്തുജീവജാലങ്ങൾക്ക് കഴിയുന്നു, മനുഷ്യനും കഴിയുന്നു. പക്ഷെ മനുഷ്യന് എവിടെയാണ് വ്യത്യാസം? ഒരു മനുഷ്യേതര ജന്തുജീവജാലങ്ങൾ വിശന്നാൽ അത് കഴിക്കും, കഴിച്ചേ പറ്റൂ. അതിന് കഴിച്ചില്ലെങ്കിലോ ആക്രമിക്കും. തെരുവ് നായകൾ ആക്രമിക്കുന്നത് എപ്പോഴാണ്? പലപ്പോഴും വിശക്കുമ്പോഴാണ്. പക്ഷെ മനുഷ്യന് വിശന്നിരിക്കാൻ പറ്റും, മനുഷ്യനെ ആക്രമിക്കാതിരിക്കാൻ പറ്റും. അവിടെയാണ് മനുഷ്യന്റെ ഉള്ളിലെ ജന്മവാസനയും ബുദ്ധിയും തിരിച്ചറിവും ഒരുമിച്ച് കൂടുന്നത്. ഈ തിരിച്ചറിവിലൂടെയാണ് മനുഷ്യൻ സഞ്ചരിക്കുന്നത്. അവന്
ഭക്ഷണം കഴിക്കുമ്പോൾ അവന് ആരോഗ്യത്തിന് ഹിതകരമായത് ഏതാണ്, ആരോഗ്യത്തിന് ഹാനികരമായത് ഏതാണ്, അതിന്റെ ധാർമ്മികത എന്താണ്, അതിന്റെ അധാർമികത എന്താണ്, ഇതൊക്കെ അറിയാൻ മനസ്സിലാക്കാനുള്ള ഒരു ഫ്രീ വിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ഉള്ളിൽ നൽകിയ ശേഷമാണ് നിസ്കരിക്കാനും നോമ്പെടുക്കാനും സക്കാത്ത് കൊടുക്കാനും ചില കാര്യങ്ങൾ ചെയ്യരുതെന്നും മോഷ്ടിക്കരുതെന്നും മദ്യപിക്കരുതെന്നും വ്യഭിചരിക്കരുതെന്നും അന്യന്റെ മുതൽ അപഹരിക്കരുതെന്നും നിഷ്കർഷകൾ വരുന്നത്. ആ ഇച്ഛാ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചാണ് നാം ഇന്ന് പരിശോധിക്കേണ്ടത്. ആ ഇച്ഛാ സ്വാതന്ത്ര്യം ഉപയോഗിച്ചാണ് നാം സത്യമേത് അസത്യമേത് എന്ന് വേർതിരിക്കുന്നത്, നന്മയേത് തിന്മയേത് എന്ന് വേർതിരിക്കുന്നത്. ഈ ഇച്ഛാ സ്വാതന്ത്ര്യം എവിടെ നിന്നുണ്ടായതാണ്? ഈ ഫ്രീ വിൽ ആരാണ് സൃഷ്ടിച്ചത്? ഏതെങ്കിലും ഒരു ഭൗതികമായ അവയവമാണോ ഈ ഫ്രീ വിൽ? ഇതിന്റെ യഥാർത്ഥ ഉറവിടം എവിടെ നിന്നാണ്? മനുഷ്യൻ അവന്റെ ഇച്ഛാ സ്വാതന്ത്ര്യത്തെ സൃഷ്ടിച്ചു, അവന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അവൻ തന്നെ സൃഷ്ടിച്ചു എന്ന് പറയുന്നത് മൂഢമാണ്. ഒരിക്കലും യുക്തിക്ക് നിരക്കുന്ന കാര്യമല്ല. അത് മനുഷ്യനല്ലാത്ത ഒരു ഉത്ഭവം അവിടെയുണ്ട്. വേണമെങ്കിൽ നമുക്ക് തലച്ചോറ് എന്ന് പറയാം. പക്ഷെ തലച്ചോറ് ഭൗതികമായ ഒരു അവയവമാണ്. തലച്ചോറുള്ള എല്ലാത്തിനും ഫ്രീ വിൽ ഉണ്ടാകണം. മനുഷ്യനും മനുഷ്യേതര ജന്തു ജീവജാലങ്ങൾക്കുമൊക്കെ തലച്ചോറുണ്ട്. അപ്പൊ ഫ്രീ വില്ലിന്റെ ഉത്ഭവം, ഇച്ഛാ സ്വാതന്ത്ര്യത്തിന്റെ ഉത്ഭവം, ശരിയും തെറ്റും തിരഞ്ഞെടുക്കുവാനുള്ള ഈ കഴിവ്, സത്യവും അസത്യവും തിരഞ്ഞെടുക്കാനുള്ള ഈ കഴിവ്, തലച്ചോറാണ് അതിന്റെ ഉത്ഭവം എന്ന് പറയാൻ സാധ്യമല്ല. തലച്ചോറാണ് ഉത്ഭവമെങ്കിൽ തലച്ചോറുള്ള എല്ലാത്തിനും ഇത് കഴിയണം. മനുഷ്യന് മാത്രമല്ല കോടതികൾ ഉണ്ടാകേണ്ടത്, പോലീസ് സ്റ്റേഷൻ ഉണ്ടാകേണ്ടത്, മനുഷ്യനല്ലാത്തവർക്കും ഉണ്ടാകണം. അപ്പൊ ഇതെവിടെ നിന്നാണ്? ഇതിന്റെ ഉത്ഭവം എന്താണ്? കുറച്ചുകൂടെ നാം വിശദമായി പരിശോധിച്ചാൽ മനുഷ്യന്റെ ചിന്തകൾ പ്രവർത്തിക്കുന്നതിലെ അത്ഭുതം നമുക്ക് കാണാം. ഒരു കാര്യം, ഒരു പ്രവൃത്തി മനുഷ്യൻ തിരഞ്ഞെടുക്കുമ്പോ ഒരു കാളയോ പോത്തോ തിരഞ്ഞെടുക്കുന്ന പോലെയല്ല. ഞാൻ ഈ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി മറ്റൊരാൾക്ക് എങ്ങനെ ഗുണകരമായി ഭവിക്കുന്നു, ദോഷകരമായി ഭവിക്കുന്നു എന്ന് അനുമാനിക്കാൻ മനുഷ്യന് കഴിയും. അന്ന് അത് അനുമാനിച്ചതിന് ശേഷമാണ് അവൻ ആ പ്രവർത്തനം നടത്തുന്നത്. സാമൂഹികമായ മാനങ്ങളെ, മതപരമായ മാനങ്ങളെ ഒരു സാമൂഹിക ജീവി എന്ന രീതിയിൽ മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. ഞാൻ ജീവിക്കുന്ന മതം, ഞാൻ ജീവിക്കുന്ന സമൂഹം, ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ എന്നൊക്കെ ചിന്തിക്കാറില്ലേ? ഇത് ശരിയായ രൂപത്തിൽ തലച്ചോറിനെ അല്ലെങ്കിൽ ചിന്തകളെ പ്രവർത്തിപ്പിച്ചാൽ അവിടെയാണ് അല്ലാഹു പറഞ്ഞത്, ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. ഖദ് അഫ്ലഹ മൻ സക്കാഹാ. അവന്റെ ഇച്ഛാ സ്വാതന്ത്ര്യത്തെ ശരിയായ രൂപത്തിൽ സംസ്കരിച്ചു, പരിശുദ്ധിപ്പെടുത്തി, അങ്ങനെയുള്ളവൻ വിജയിച്ചിരിക്കുന്നു. വഖദ് ഖാബ മൻ ദസ്സാഹാ. ഈ ഇച്ഛാ സ്വാതന്ത്ര്യത്തെ, ഈ ആത്മാവിനെ മലിനമാക്കിയവൻ പരാജയപ്പെടുകയും ചെയ്തിരിക്കുന്നു. രണ്ടും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടല്ലേ അവിടെ വിജയവും പരാജയവും നിർണയിക്കപ്പെടുന്നു. അവന്റെ ഇച്ഛാ സ്വാതന്ത്ര്യം, ഇത് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം. എന്റെ വിജയമേത്, എന്റെ പരാജയമേത്, എന്റെ സത്യമേത്, എന്റെ അസത്യമേത്. അങ്ങനെയാണ് ഇസ്ലാമും കുഫ്റും തിരഞ്ഞെടുക്കപ്പെടുന്നത്, മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് വരുന്നത്. പക്ഷെ അള്ളാഹുവിന് നിശ്ചയമുണ്ട് നാം എന്ത് തിരഞ്ഞെടുക്കും, അതിനെപ്പറ്റി പറയേണ്ടതുണ്ട്. എന്നാൽ ഇച്ഛാ സ്വാതന്ത്ര്യം മനസ്സിലാക്കാതെ, തനിക്ക് നൽകപ്പെട്ട ഇച്ഛാ സ്വാതന്ത്ര്യം, ഫ്രീ വിൽ ശരിയായ രൂപത്തിൽ വിനിയോഗിക്കാതെ നടക്കുന്ന ആളുകളെ സംബന്ധിച്ച് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, അഫമൻ യംശി മുകിബ്ബൻ അലാ വജ്ഹിഹി അഹ്ദാ അമ്മൻ യംശി സവിയൻ അലാ സിറാത്തിൻ മുസ്തഖീം. അഫമൻ യംശി മുകിബ്ബൻ അലാ വജ്ഹിഹി. തന്റെ മുഖത്തിന്റെ മേൽ കുറ്റിയവനായ നിലയിൽ മുഖം കമഴ്ത്തി വെച്ച് കാണേണ്ടത് കാണാതെ, ചിന്തിക്കേണ്ടത് ചിന്തിക്കാതെ തലകുത്തി നടക്കുന്ന ഒരുവൻ
അഹ്ദാ അവൻ ഏറ്റവും സന്മാർഗിയാണോ അമ്മയംശി സവിയൻ അലാ സിറാത്തിൻ മുസ്തഖീം തന്റെ ഇച്ഛാ സ്വാതന്ത്ര്യത്തെ ശരിയും തെറ്റും തിരഞ്ഞെടുക്കുവാനുള്ള വിവേകാധികാരത്തെ സത്യവും അസത്യവും തിരഞ്ഞെടുക്കാനുള്ള വിവേചനാധികാരത്തെ ശരിയായ രൂപത്തിൽ വിനിയോഗിക്കുന്നവൻ അവനാണോ നന്മയുടെ പക്ഷത്ത്? അള്ളാഹു ചോദിക്കുന്നു. അപ്പൊ ഈ രൂപത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളിലുള്ള ഈ ഫ്രീ വിൽ നാം എല്ലാവരും അംഗീകരിക്കുന്ന, മതമുള്ളവനും മതമില്ലാത്തവനും അംഗീകരിക്കുന്ന ഈ ഇച്ഛാ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അതിന്റെ ഉത്ഭവം എവിടെ നിന്നാണ്? മനുഷ്യൻ അതിനെ നിർമ്മിച്ചു എന്ന് പറയാൻ പറ്റൂല. തലച്ചോറാണ് അതിന്റെ ഉത്ഭവം എന്ന് പറയാൻ സാധിക്കുകയില്ല. തലച്ചോറാണ് അതിന്റെ ഉത്ഭവമെങ്കിൽ തലച്ചോറുള്ള എല്ലാം ഈ ഫ്രീ വിൽ ഉള്ളതാകണം. ഇനി അതല്ലെങ്കിൽ നമ്മുടെ ജനിതക കോഡുകളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു നമ്മുടെ ഫ്രീ വിൽ, നമ്മുടെ ഇച്ഛാ സ്വാതന്ത്ര്യം എന്നാണെങ്കിലോ, എന്നാലും പ്രശ്നമാണ്. ജനിതകമായി ഒരു മനുഷ്യനുണ്ടാകുന്ന സ്വഭാവ വൈകൃതങ്ങളെ അവൻ വിചാരിച്ചാൽ പരിഹരിക്കാൻ പറ്റണം. ചില മനുഷ്യരിൽ ചില കുഴപ്പങ്ങൾ ഉണ്ടാകും, ചില പേഴ്സണാലിറ്റി ഡിസോർഡറുകൾ ഉണ്ടാകും. അത് ചില ഡിസോർഡറുകൾ കൗൺസിലിങ്ങിലൂടെ പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങളാണ്. ചില ഡിസോർഡറുകൾ നമുക്ക് അങ്ങനെ പരിഹരിക്കാൻ കഴിയുന്നതല്ല. അവന്റെ ജനിതക കോഡുകളിൽ അത് അങ്ങനെ തന്നെ ഉണ്ടാകും. ഞാൻ കഴിഞ്ഞ ജുമായിൽ എപ്പോഴോ സംസാരിച്ച OCD എന്ന് പറയുന്ന ഒരു പ്രശ്നം, വസ്വാസ് എന്ന അറബിയിൽ പറയുന്ന പ്രശ്നം. ചില ആളുകൾ എല്ലാം പെർഫെക്ഷൻ ആകണമെന്ന് വിചാരിച്ചിട്ട് എല്ലാം കൊളവാക്കുന്ന സംഗതി. ഇതൊക്കെ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു കൗൺസിലിങ്ങിലൂടെ പരിഹരിച്ചെടുക്കാം, വ്യക്തമായ തെറാപ്പിയിലൂടെ പ്രശ്നം പരിഹരിക്കാം. ചില പ്രശ്നങ്ങളുണ്ട്, മനുഷ്യന്റെ ഉള്ളിലെ ചില സ്വഭാവ വൈകൃതങ്ങൾ ജനിതകമായി അവനിൽ ഉള്ളതാണ്. അത് മാറ്റാൻ വലിയ പ്രയാസമായിരിക്കും. അത് കൗൺസിലിങ്ങിലൂടെ പരിഹരിക്കപ്പെടുന്ന ഒരു പ്രശ്നമല്ല. ഉദാഹരണം, നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ പോലെയുള്ളത്. ഒരാൾ നാർസിസ്റ്റ് ആയി കഴിഞ്ഞാൽ, എന്താണ് നാർസിസ്റ്റ് ആവുക എന്ന് പറഞ്ഞാൽ? അഹങ്കാരത്തിന്റെ, അസൂയയുടെ, ശത്രുതയുടെ ഏറ്റവും മൂർത്തിമദ്ഭാവമാണ്. അതിന്റെ ഇതെല്ലാം നമ്മളിലൊക്കെ കുറേശ്ശെ ഉണ്ട്. അല്പം അഹങ്കാരം, അല്പം അസൂയ നൈമിഷികമാണ്. പക്ഷെ ചില വ്യക്തികളിൽ അത് അതിര് കവിഞ്ഞ് മറ്റുള്ളവരെ നശിപ്പിക്കാനുള്ള വ്യഗ്രതയിൽ, ആളുകളുടെ വ്യക്തിത്വത്തെ നശിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന ചില ആളുകൾ, അങ്ങനെ അതൊരു സ്വഭാവ വൈകൃതമാണ്. ആ സ്വഭാവ വൈകൃതം, ആ വൈകൃതം തിരിച്ചറിയാൻ കഴിയുന്നത് ആ മനുഷ്യനുമായി ഏറ്റവും ബന്ധപ്പെട്ട ആളുകൾക്കായിരിക്കും, ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾക്കായിരിക്കും. പുറത്ത് ഇയാൾ വലിയ മാന്യനായിരിക്കും, വലിയ ആത്മീയവാദിയായിരിക്കും, ഘോരഘോരം നന്മയ്ക്ക് വേണ്ടി പ്രഭാഷണം നടത്തുന്ന ആളായിരിക്കും. പക്ഷെ ഒരു ഷോയിൽ ജീവിക്കുന്ന മനുഷ്യനാണ്. ഇത് ഷോയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവരുമായി വളരെ അടുത്ത് നിൽക്കുന്ന ആളുകൾക്കാണ്. അത് ചിലപ്പോൾ ഭാര്യയാകാം, ചിലപ്പോൾ ഭർത്താവാകാം, ചിലപ്പോൾ മക്കളാകാം, ചിലപ്പോൾ പിതാവാകാം. തൊഴിൽ മേഖലകളിൽ ഒരു പരിധിവരെ തങ്ങളുടെ ബോസ് നാർസിസ്റ്റ് ആയിരിക്കാം. സമാനമായി ജോലി ചെയ്യുന്ന തൊഴിലാളികൾ, അതിലൊരാൾ നാർസിസ്റ്റ് ഉണ്ടാകാം. സൗഹൃദ വലയങ്ങളിൽ നാർസിസ്റ്റുകൾ ഉണ്ടാകാം. ഇവരെ കൊണ്ടുണ്ടാകുന്ന പ്രശ്നം എന്താണ് എന്ന് പറഞ്ഞാൽ, അനാവശ്യമായി ഒരാളുടെ സ്വകാര്യതയിലേക്ക് ഇടിച്ചു കയറി ആ മനുഷ്യന്റെ വ്യക്തിത്വത്തെ, ജീവിതത്തെ നശിപ്പിക്കുന്നത് ആ മനുഷ്യനും ഇയാൾക്ക് മാത്രമേ അറിയുന്നുണ്ടാവുള്ളൂ. വേറൊരാളോട് ചെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുകയില്ല ഇയാൾ ഇങ്ങനെയാണെന്ന്. ഇങ്ങനെയുള്ള ചില സ്വഭാവ വൈകൃതങ്ങൾ, വളരെ അത്ഭുതപ്പെടുത്തുന്ന സ്വഭാവ വൈകൃതങ്ങളുള്ള മനുഷ്യർ. പരിശുദ്ധമായ ഖുർആൻ ഹാഫിളായ ഒരു വിദ്യാർത്ഥി, ഒരു മകൻ കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് എന്നെ വിളിച്ചു. കുടുംബ പ്രശ്നം പറയാൻ വിളിച്ചതാണ്. ആ മകന്റെ പിതാവ് നാർസിസ്റ്റ്. ആ മകൻ പറഞ്ഞൊരു വാക്കുണ്ട്, 28 വർഷമായി ഞാനും എന്റെ ഉമ്മയും അനുഭവിക്കുന്ന, എന്റെ സഹോദരിയും അനുഭവിക്കുന്ന വേദന. അള്ളാഹു പരിശുദ്ധമായ ദീനിൽ ആത്മഹത്യ ഹലാലാക്കിയിരുന്നുവെങ്കിൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്യായിരുന്നു. മറ്റൊരാളോട് പോയി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും പറ്റുന്നില്ല എന്താണ് പ്രശ്നം. ആരും വിശ്വസിക്കുന്നില്ല. കാരണം പുറത്തയാൾ വലിയ മാന്യനാണ്.
ഈ മാന്യതയുടെ മുഖം മൂടി അണിഞ്ഞാണ് ജനങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത്. എല്ലാവർക്കും ഭയങ്കര സഹായിയാണ്, ലവ് ബോംബിംഗ് ആണ്. ഈ സ്നേഹം ഇങ്ങനെ വാരി വിതറി കുറെ ആളുകളെ കൂടെ നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് 4 ആളുകളോട് ചെന്നിട്ട് ഇയാൾ ഇന്ന കുഴപ്പക്കാരനാണ് എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കുകയില്ല. ഇയാളുടെ വിശ്വരൂപം കഥകടച്ച് വീട്ടിലേക്ക് വന്ന് വരുമ്പോൾ ഞങ്ങൾ മാത്രം അനുഭവിക്കുന്നതും അറിയുന്നതുമാണ്. നിങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കുക, NPD നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്താണ്? അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ കമന്റുകൾ പരിശോധിച്ചാൽ കാണാം 28 വർഷം 30 വർഷം 35 വർഷമായി ഇത് അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന ഭാര്യമാരെ, സ്ത്രീകളെ. സൗഹൃദങ്ങളാണെങ്കിൽ നമുക്ക് സുഹൃത്തുക്കളെ ഒഴിവാക്കാം, സഹോദരങ്ങളാണെങ്കിൽ വലിയ പ്രശ്നമില്ല. പിതാവ് നാർസിസിസ്റ്റ് ആണെങ്കിൽ മകൻ എങ്ങനെ രക്ഷപ്പെടും? ഭർത്താവ് നാർസിസിസ്റ്റ് ആണെങ്കിൽ ഭാര്യ എങ്ങനെ രക്ഷപ്പെടും? ഇത് നമ്മൾ അറിയേണ്ട വിഷയമാണ്. സമൂഹത്തിൽ ഈ പ്രശ്നമുള്ള ഒരുപാട് ആളുകളുണ്ട്. 100-ൽ ഒരാൾ NPD ആണെന്നാ പറയാ, 100-ൽ ഒരാൾ. അപ്പോ 3.5 കോടി ജനങ്ങളുള്ള മലയാളികളിൽ എത്ര NPD-കൾ ഉണ്ടാകും? ഈ സമീപ സമയത്ത് ഹൈക്കോടതി ജാമ്യം കൊടുത്ത ചില കേസുകളിലെ പ്രതികളെ നാം പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ അവർക്കുള്ളതായി കാണാൻ കഴിയും. സെക്ഷലി അബ്യൂസ് ചെയ്യുന്ന ചില കേസുകൾ. ഈ വിഷയം കുറച്ചു മുമ്പ് ഞാൻ മനസ്സിലാക്കിയ സമയത്താണ് ഒരു അഡ്വക്കേറ്റിന്റെ ലോയറാണ്, അവര് NPD ഹസ്ബൻഡിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന അനുഭവം പങ്കുവയ്ക്കുന്നുണ്ട്. തന്റെ ജീവിത പങ്കാളി പുറത്ത് വലിയ ഷോ ഓഫ് ലൈഫിൽ ജീവിക്കുന്ന ആളാണ്. നിരന്തരം പല ഭാഷകൾ അയാൾ സംസാരിക്കും. അയാൾ മുന്തിയതരം വാഹനങ്ങളിൽ സഞ്ചരിക്കും. എന്നാൽ വീടിൽ അയാൾ എത്രമാത്രം ദരിദ്രനാണ് എന്ന്, എത്രത്തോളം ഫിനാൻഷ്യൽ ക്രൈസിസുകളിലൂടെ അയാൾ കടന്നു പോകുന്നയാളാണെന്ന് നമുക്കേ അറിയാവുള്ളൂ. ഇത് 4 ആളുകളോട് പോയി പറയാൻ പറ്റൂല. പറയാൻ പറ്റാത്ത വിധം ഇവർ ബ്ലോക്ക്ഡാണ്. അത്രയും മാനിപ്പുലേഷൻ, അത്രയും ആധിപത്യം കുടുംബത്തിൽ ചെലുത്തി ഭാര്യയും മക്കളെയും അടിച്ചമർത്തുന്ന സ്ത്രീകളിലുമുണ്ട് നാർസിസിസ്റ്റുകൾ. ഇങ്ങനെ സമൂഹത്തിൽ ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ ഇത് ജനിതകപരമായി മനുഷ്യനിൽ ഉള്ളതാണെന്ന് പറയുന്നത്. ഇങ്ങനെ ആരെങ്കിലും അല്ലാഹ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇങ്ങനെ ഒരു സ്വഭാവ വൈകൃതം ആരെങ്കിലും ഉണ്ടായാൽ അത് നേരെ ആവൂല. ഞാൻ ഇത് പറയുന്നത് ഫ്രീ വില്ലുമായി ബന്ധപ്പെട്ടാണ്. ഇച്ഛാ സ്വാതന്ത്ര്യം മനുഷ്യന്റെ ജനിതക കോഡുകളിൽ ഉള്ളതാണെങ്കിൽ ആ ഇച്ഛാ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള സ്വഭാവ വൈകൃതങ്ങളെ ദൂരീകരിക്കാൻ അവന് പറ്റണം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, മനുഷ്യന് അവന്റെ ഫ്രീ വില്ല് നിർമ്മിക്കാൻ സാധ്യമല്ല. തലച്ചോറല്ല മനുഷ്യന്റെ ഫ്രീ വില്ലിന്റെ ഉത്ഭവം, ജനിതക കോഡുകളുമല്ല. ഇനി മറ്റെന്തെങ്കിലും പദാർത്ഥങ്ങളാണോ? പദാർത്ഥങ്ങളിൽ തന്നെ ഫ്രീ വില്ലില്ലെങ്കിൽ പദാർത്ഥങ്ങൾക്ക് അതെങ്ങനെയാണ് മറ്റൊരാൾക്ക് ഇച്ഛാ സ്വാതന്ത്ര്യം കൊടുക്കാൻ സാധിക്കുക? ഞാൻ ചോദിച്ചു വരുന്നത്, എവിടെ നിന്നാണ് ഇതിന്റെ ഉത്ഭവം? പദാർത്ഥങ്ങൾക്ക് അതീതനായ നമ്മുടെ തലച്ചോറുകളെയും ഡിസൈൻ ചെയ്ത ജനിതക കോഡുകളെ സൃഷ്ടിച്ച സർവശക്തനായ റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ളതാണ് നമ്മുടെ ഇച്ഛാ സ്വാതന്ത്ര്യം. ഇച്ഛാ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു വിഷയം, നമ്മുടെ ഫ്രീ വിൽ അള്ളാഹുവിന്റെ അസ്തിത്വത്തിന് തെളിവാണ്. പരിശുദ്ധമായ ഖുർആൻ പരിശോധിച്ച് നോക്കുക. മനുഷ്യനോടാ പറയുന്നത്, നിന്റെ മുമ്പിൽ 2 വഴിയുണ്ട് എന്ന്, വേറൊന്നിനോട് പറയുന്നില്ല. ഒന്നുകിൽ സന്മാർഗത്തിന്റെ വഴി, അല്ലെങ്കിൽ ദുർമാർഗത്തിന്റെ വഴി. ഒന്നുകിൽ ഇസ്ലാമിന്റെ വഴി, അല്ലെങ്കിൽ കുഫ്രിന്റെ വഴി. ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ. നിങ്ങളുടെ മുന്നിൽ വഴികൾ 2 എണ്ണമുണ്ട്. പക്ഷെ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം അള്ളാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. നൽകിയ ശേഷമാണ് ഫമൻ ശാഅ ഫൽയുമിൻ, ആര് വിചാരിക്കുന്നു അവൻ വിശ്വസിക്കട്ടെ. വമൻ ശാഅ ഫൽയക്ഫുർ, ആര് ഉദ്ദേശിക്കുന്നുവോ അവൻ നിഷേധിക്കട്ടെ. വിശ്വസിച്ചാൽ എന്താണ് അതിന്റെ ഗുണങ്ങൾ?
നിഷേധിച്ചാൽ അതിന്റെ തിക്താനുഭവങ്ങൾ എന്താണ്? ഇതെല്ലാം പ്രവാചകന്മാരിലൂടെ വേദഗ്രന്ഥങ്ങളിലൂടെ പഠിപ്പിക്കപ്പെട്ട വിഷയമാണ്. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ. നാം മനുഷ്യന്റെ മുമ്പിൽ മാർഗത്തെ കാണിച്ചു കൊടുത്തു. ഇന്നാ ഹദൈനാഹു സബീൽ, നാം മനുഷ്യന്റെ മുന്നിൽ മാർഗത്തെ കാണിച്ചു കൊടുത്തു. ഇമ്മാ ശാകിറൻ, ഒന്നുകിൽ അവനെ തിരഞ്ഞെടുക്കാം ശുക്രിന്റെ വഴി, അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തുന്ന വഴി. അതല്ലെങ്കിൽ അവനെ തിരഞ്ഞെടുക്കാം അള്ളാഹുവിന് നന്ദികേട് കാണിക്കുന്ന വഴി. വ ഇമ്മാ കഫൂറാ, അല്ലെങ്കിൽ നന്ദികേട് കാണിക്കുന്ന വഴി. തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം. അതുകൊണ്ടാണ് ലാ ഇക്റാഹ ഫിദ്ദീൻ എന്ന് പറയുന്നത്. ദീനിൽ നിർബന്ധിച്ച ഒരാളെ കൊണ്ടുവരേണ്ടതില്ല എന്ന് പറഞ്ഞു. വാള് കാണിച്ച്, ആയുധം കാണിച്ച്, പേടിപ്പിച്ച് ദീനിൽ ഇവിടെ ആരെയും കൂട്ടിക്കൊണ്ടുവരണ്ട. അവരുടെ മുന്നിൽ സന്മാർഗമേതെന്നും ദുർമാർഗമേതെന്നും വ്യക്തമാക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ആ വ്യക്തമാക്കപ്പെട്ടു. നമുക്ക് ഈ സ്വാതന്ത്ര്യം നൽകി തെരഞ്ഞെടുക്കാൻ. അതിന് ശേഷമാണ് നാം നമ്മുടെ തെരഞ്ഞെടുപ്പുകളുടെ ഉത്തരവാദിത്തം നാം ഏറ്റെടുക്കേണ്ടത്. നാം തെരഞ്ഞെടുത്തത് നന്മയാണോ, അതിന്റെ ഗുണം നമുക്കാണ്. നാം തെരഞ്ഞെടുത്തത് തിന്മയാണോ, അതിന്റെ ദോഷവും നമുക്കാണ്. അത് അള്ളാഹുവിനല്ല, അതിന്റെ ഉത്തരവാദിത്തം റബ്ബിനല്ല. ഇത് പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ മുന്നിൽ വളരെ വ്യക്തമായി പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രബോധനം നാം പരിശോധിച്ചാൽ മനുഷ്യന്റെ ഫ്രീ വില്ലിനെ പരിഷ്കരിക്കാനുള്ളതാണ്. ശിർക്കിന്റെ ചങ്ങലയിൽ നിന്ന് തൗഹീദിന്റെ വിശാലതയിലേക്ക് ഉള്ള നവോത്ഥാനമാണ്, പരിഷ്കരണമാണ് റിസാലത്തിന്റെ പ്രവർത്തനം. റബീഇ ഇബ്നു ആമിർ റുസ്തമിന്റെ ദർബാറിലേക്ക് കടന്നു ചെന്നുകൊണ്ട് പറഞ്ഞു, അല്ലാഹു ഇബ്തഅസന, നിങ്ങൾ ആരാ അയച്ചത് ഇങ്ങോട്ടേക്ക്? അല്ലാഹു ഇബ്തഅസന, അല്ലാഹുവാണ് ഞങ്ങളെ നിയോഗിച്ചത്. ലിനുഖ്രിജ അൻ ഇബാദത്തിൽ ഇബാദി ഇലാ ഇബാദത്തില്ലാഹി വഹ്ദഹ, അടിമകളെ പൂജിക്കുന്നതിൽ നിന്ന്, അതിന്റെ സങ്കീർണതയിൽ നിന്ന് സൃഷ്ടാവായ അള്ളാഹുവിനെ ആരാധിക്കുന്നതിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാമെന്ന ആളുകളാണ്. മനുഷ്യന്റെ ഫ്രീ വിൽ ഇങ്ങനെയുള്ള അടിമത്വങ്ങളിൽ, അന്യായമായ അടിമത്വങ്ങളിൽ, ശിർക്കിൽ, കുഫ്രിൽ കെട്ടിയിടേണ്ടതല്ലെന്നാണ് പ്രവാചകന്മാർ പഠിപ്പിച്ചത്. അന്ധമായ അനുകരണങ്ങളെ ശക്തിയുക്തം പ്രവാചകൻ ചോദ്യം ചെയ്തു. وَإِذَا قِيلَ لَهُمْ تَعَالَوْا إِلَى مَا أَنزَلَ اللَّهُ وَإِلَى الرَّسُولِ قَالُوا حَسْبُنَا مَا وَجَدْنَا عَلَيْهِ آبَاءَنَا أَوَلَوْ كَانَ آبَاؤُهُمْ لَا يَعْقِلُونَ شَيْئًا وَلَا يَهْتَدُونَ. അവരോട് പറയപ്പെട്ടു കഴിഞ്ഞാൽ, തആലൗ, നിങ്ങൾ കടന്നു വരുവിൻ, ഇലാ മാ അൻസലല്ലാഹ്, അല്ലാഹു അവതരിപ്പിച്ച പരിശുദ്ധമായ ഖുർആനിലേക്കും അവന്റെ ദൂതന്റെ അധ്യാപനങ്ങളിലേക്കും കടന്നു വരിക എന്ന് പറയപ്പെട്ടാൽ നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ ഫ്രീ വിൽ, നിങ്ങളുടെ ഇച്ഛാ സ്വാതന്ത്ര്യം അതൊന്ന് സംസ്കരിക്കപ്പെടട്ടെ, നിങ്ങളൊന്ന് കടന്നു വരൂ എന്ന് പറയപ്പെട്ടാൽ അവർ പറയും, മാ വജദന ഹസ്ബുനാ മാ വജദന അലൈഹി ആബാഅനാ, ഞങ്ങൾക്കൊരു പൈതൃകമുണ്ട്, ആ പൈതൃകത്തിന്റെ പുറത്തേക്ക് ഞങ്ങൾ ഒന്നും ചിന്തിക്കാൻ തയ്യാറല്ല. ഞങ്ങളുടെ വാപ്പ വല്യപ്പന്മാര് എന്തൊക്കെ മനസ്സിലാക്കിയോ അതൊക്കെയാണ് ശരി, അതിന്റെ അപ്പുറത്തേക്ക് ഞങ്ങളുടെ ചിന്തകളെ പരിപോഷിപ്പിക്കാൻ ഞങ്ങൾ ഒരുക്കമല്ല. അപ്പൊ എന്താണ്? മനുഷ്യന്റെ ഇച്ഛാ സ്വാതന്ത്ര്യത്തെ പരിപോഷിപ്പിക്കുക എന്നതാണ് പ്രവാചകത്വത്തിന്റെ ദൗത്യം. കഴിഞ്ഞോ? മനുഷ്യന്റെ ശഹ്വത്തുകൾ, തന്നിഷ്ടങ്ങളിൽ നിന്ന് അവനെ മോചിപ്പിക്കുക, അവന്റെ ഫ്രീ വില്ലിനെ മോചിപ്പിക്കുക. മനുഷ്യന്റെ തന്നിഷ്ടങ്ങൾ. മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് വന്നത് നാൽക്കാലികളെ പോലെ ജീവിക്കാനല്ല, തോന്നിയതുപോലെ ജീവിക്കാനല്ല, എന്തും തിന്നാനും എന്ത് കുടിക്കാനും ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ മേയാനും അല്ല. തിൽക ഹുദൂദുല്ലാഹ്, അല്ലാഹു തആല അതിർവരമ്പുകൾ വെച്ചിട്ടുണ്ട്. زين للناس حب الشهوات من النساء والبنين والقناطير المقنطرة. മനുഷ്യന് മനോഹരമായി തോന്നുന്ന ചില ഭൗതികമായ പദാർത്ഥങ്ങൾ അതിനെ കൃത്യമായി വിനിയോഗിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് ഇലാഹി മാർഗത്തിലൂടെ പൂർത്തീകരിക്കുക എന്നതാണ് ഈ ചിന്തകളുടെ പരിഷ്കരണം. മനുഷ്യന്റെ ഇച്ഛകളെ, ചിന്തകളെ അതിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ എല്ലാം നിശ്ചയിച്ചിരിക്കുന്നു എന്നതുകൊണ്ട് അത് നമ്മുടെ തെരഞ്ഞെടുപ്പുകൾക്ക് ഉത്തരവാദിത്തമാകാതിരിക്കുന്നില്ല. നമ്മൾ തെരഞ്ഞെടുക്കുന്ന ശരികൾ തെറ്റുകൾ അതിന്റെ ഉത്തരവാദിത്തം നമ്മളുടേതാണ്. അതാണ് ഞാൻ പറഞ്ഞു വന്ന വിഷയം. അതിന്റെ ഉത്തരവാദിത്തം അല്ലാഹുവിനല്ല. ഡിറ്റർമിനിസം എന്ന് പറയുന്ന ഒരു കാര്യം, ഒരു പന്ത് എടുത്ത് വളരെ ദൂരേക്ക് നാം എറിയുന്നു. വിദഗ്ധനായ ഒരാൾക്ക് ആ പന്തിന്റെ വേഗതയും അതിന്റെ ദിശയും അതിന്റെ സ്ഥാനവും മനസ്സിലാക്കിയാൽ സെക്കൻഡുകൾക്കുള്ളിൽ ആ പന്ത് എവിടെ പോയി പതിക്കുമെന്ന് വിദഗ്ധനായ ഒരാൾക്ക് പറയാൻ സാധിക്കും, നിശ്ചയിക്കാൻ സാധിക്കും. ഇതാണല്ലോ ന്യൂട്ടന്റെ ചലന നിയമം എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നത്. റോക്കറ്റുകൾ വിക്ഷേപിക്കാറുണ്ട്. റോക്കറ്റുകൾ ഒരു സയന്റിസ്റ്റിന്, ഒരു ശാസ്ത്രജ്ഞന് റോക്കറ്റ് വിക്ഷേപിക്കുമ്പോൾ അതിന്റെ ഊർജവും അതിന്റെ ഇന്ധനവും അതിന്റെ ഘനവും കണക്കാക്കി എത്ര മിനിറ്റുകൾക്കുള്ളിൽ അന്തരീക്ഷം ഇത് കടക്കുമെന്ന് കൃത്യമായി നിശ്ചയിക്കാൻ സാധിക്കുമെങ്കിൽ ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച് സംഹരിക്കുന്ന, നമ്മുടെ ബോഡിയെ ഡിസൈൻ ചെയ്ത സർവശക്തനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ എന്ത് തെരഞ്ഞെടുക്കും, നമ്മുടെ ഇഷ്ടങ്ങൾ എന്താണ്, നമ്മുടെ അനിഷ്ടങ്ങൾ എന്താണ്, നമ്മുടെ തീരുമാനങ്ങൾ എന്താണ് എന്ന് അള്ളാഹുവിന് മുൻകൂട്ടി അറിയാം. അവന്റെ നിശ്ചയത്തിലുണ്ട്. പക്ഷേ നമ്മുടെ സ്വാതന്ത്ര്യമാണ് പ്രധാനം. നമ്മുടെ സ്വാതന്ത്ര്യമാണ് പ്രധാനം. അതുകൊണ്ട് ഫലസ്തീനിൽ കുരുതി കൊടുക്കപ്പെട്ട ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ കുരുതിയുടെ അധിനിവേശത്തിന്റെ ഉത്തരവാദിത്വം അള്ളാഹുവിനല്ല, മനുഷ്യനാണ്. മനുഷ്യനല്ലെങ്കിൽ പിന്നെ മനുഷ്യൻ എന്താ ഭൂമിയിൽ പണി? അതാ അള്ളാഹ് ചോദിക്കുന്നത്. പടച്ചവൻ അതിന്റെ ഉത്തരവാദിത്വം വഹിക്കണമെങ്കിൽ മനുഷ്യന്റെ ഈ പറയുന്ന ഐക്യരാഷ്ട്ര സഭകൾക്ക്, ലോക കോടതികൾക്ക്, പോലീസ് സംവിധാനങ്ങൾക്ക്, മനുഷ്യാവകാശ സംവിധാനങ്ങൾക്ക്, മിഡിൽ ഈസ്റ്റ് അടക്കമുള്ള രാജ്യങ്ങളുടെ ഭരണാധികാരികൾക്ക് അവരുടെ നൈതികത ഉണരാത്തത് എന്താണ്? ആ നൈതികതയുടെ നീതിബോധത്തിന്റെ ദൗർബല്യമല്ലേ ഇതിന് കാരണം? അപ്പോൾ ഉത്തരവാദിത്തമാർ മനുഷ്യനെ അള്ളാഹു ഈ ഭൂമിയിലേക്ക് നിയോഗിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട്, വലാ തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ. ഈ അനുഗ്രഹീതമായ ഭൂമിയെ നിങ്ങൾ രക്തപങ്കിലമാക്കരുത്. ഇതാണ് പടച്ചവന് പറയുക. എന്നാൽ അധിനിവേശത്തിന്റെ മാർഗം, അക്രമത്തിന്റെ മാർഗം ഒരു ഭരണകൂടം തെരഞ്ഞെടുത്താൽ ആ തെരഞ്ഞെടുപ്പിന്റെ ബാധ്യത പടച്ചവനല്ല, മനുഷ്യനാണ്. ഖലീഫ എന്നാണ് മനുഷ്യനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ പറയുന്നത്. നമ്മുടെ ഉത്തരവാദിത്തം എന്താണ് എന്ന്, മനുഷ്യന്റെ ഉത്തരവാദിത്തം എന്താണ് എന്ന്, എന്തിനാണ് നാം ഭൂമിയിലേക്ക് നിയോഗിക്കപ്പെട്ടത് എന്ന് കൃത്യമായി മനസ്സിലാക്കുകയും അറിയുകയും അള്ളാഹുവിനെ മാത്രം ഇബാദത്തെടുക്കുകയും അവന്റെ വിധിവിലക്കുകൾ പാലിക്കുകയും പ്രവാചകന്മാരിലൂടെയും വേദഗ്രന്ഥങ്ങളിലൂടെയും നമുക്ക് നൽകപ്പെട്ട അറിവുകളെ പ്രയോഗത്തിൽ കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ്. അതിനാണ് ഹിദായത്ത് എന്ന് പറയുന്നത്, അതിനാണ് സന്മാർഗം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വഴിയിൽ നമ്മളെ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ, ഇസ്തിഖാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഴികേടിന്റെ മുഴുവൻ ശബ്ദങ്ങളിൽ നിന്ന്, നിരീശ്വരവാദത്തിൽ നിന്ന്, മറ്റ് ഭൗതികവാദങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അന്തരീക്ഷങ്ങളെ സംശുദ്ധീകരിക്കുമാറാകട്ടെ.